സോ നമ്മളിപ്പോൾ നേരെ ഈജിപ്തിൽ നിന്ന് ടർക്കിയിലോട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇതാട്ടോ ഇസ്താൻബുളിലെ മെയിൻ എയർപോർട്ട്. ഇത് അത്യാവശ്യം വലുതും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. സോ ഞങ്ങൾ ഇസ്താൻബുളിൽ എത്തിയപ്പോൾ കാർ റെൻറ്റിലൊന്നും എടുത്തില്ല, അതുകൊണ്ട് തന്നെ പബ്ലിക് ബസ് ട്രാൻസ്പോർട്ട് നോക്കാൻ പോവാട്ടോ. ഈ കാണുന്ന എക്സിറ്റ് എടുത്തിട്ട് നേരെ പോയി ഒരു ലെഫ്റ്റ് എടുത്താൽ നമുക്കൊരു ലിഫ്റ്റ് കാണാൻ പറ്റും. ആ ലിഫ്റ്റിൽ നേരെ താഴെ ഇറങ്ങി ഒരു സെക്കൻഡ് ഫ്ലോറിലോട്ട് താഴത്തെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയാൽ നമ്മുടെ ബസ് സ്റ്റേഷനിലോട്ട് എത്തിച്ചേരാൻ പറ്റും. ഞാൻ പ്രതീക്ഷ പോലെയല്ല കേട്ടോ, ഇസ്താൻബുളിൽ ഭയങ്കര വലിയൊരു എയർപോർട്ട് തന്നെയായിരുന്നു. സോ നമ്മൾ നമ്മുടെ പരിപാടിയിലോട്ട് കടക്കുന്നു. സോ ഹലോ ലവ് ബർഡ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്തൊക്കെ പറയുന്നു, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇപ്പോൾ ട്രിപ്പിൻ്റെ മോഡിലാണ്. ഭയങ്കര അടിപൊളിയാണ് ട്രിപ്പൊക്കെ. അങ്ങനെ നമ്മൾ ഫൈനലി ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ എക്സിറ്റ് അടിച്ചാൽ നമുക്ക് ബസ് സ്റ്റേഷൻസ് കാണാൻ പറ്റും. അത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ ഓരോ ബസ് സ്റ്റേഷൻ എവിടെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ആ ഓരോ പില്ലറിലും ഓരോ നമ്പർ എഴുതിയിട്ടുണ്ട്, അതനുസരിച്ച് പോകണം. പക്ഷേ അതിന് മുന്നേ ഒരു ചെറിയൊരു ചടങ്ങുണ്ട് കേട്ടോ. ഇസ്താൻബുളിൽ ബസ് പാസ് എടുക്കണം. അതിന് ഇസ്താൻബുൾ കാർട്ട് എന്നാണ് പറയുന്നത്. ആ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഈ ഇസ്താൻബുൾ കാർട്ട് എടുക്കണമെങ്കിൽ അവിടെ ഒരു 160 ലിറ പേ ചെയ്യണം. അത് നമുക്ക് തിരിച്ച് കിട്ടില്ല കേട്ടോ. അത് ആ കാർഡിൻ്റെ ഒരു പേയ്മെൻറ്റ് എമൗണ്ട് ആണ് കേട്ടോ. ഞങ്ങളൊരു 4 ദിവസത്തേക്ക് യൂസ് ചെയ്യണതുകൊണ്ട് അത്യാവശ്യം ഇപ്പോൾ ഒരു 600 ലിറ മാത്രമേ എടുത്തുള്ളൂ. കാരണം ഇവിടെ മിക്ക ബസ് സ്റ്റോപ്പിലും ഒരു ലോഡിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇസ്താൻബുൾ കാർട്ടിലോട്ട് നമുക്ക് പേയ്മെൻറ്റ് ലോഡ് ചെയ്യാം. നമുക്ക് ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷും യൂസ് ചെയ്യാം കേട്ടോ. ഈ എയർപോർട്ടിൽ നിന്ന് നമുക്ക് ബസ്സുണ്ട്, സബ്വേ ഉണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞങ്ങൾക്ക് എവിടെ നിന്ന് എളുപ്പം ഞങ്ങൾക്ക് ബസ്സായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ബസ് എടുത്തത്. ഈജിപ്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ നല്ല ഉറക്കപ്പിച്ചിലാണ് എൻ്റെ മുഖം. ആരും അത് മൈൻഡാക്കണ്ട കേട്ടോ. ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തത് സുൽത്താൻ അഹമ്മദ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സോ അവിടെ നിന്ന് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കണക്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ഏരിയ ചൂസ് ചെയ്തത്. സോ അങ്ങനെ നമ്മൾ റെസ്റ്റൊക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം ബ്ലൂ മോസ്ക് കാണാനായിട്ട് പോവാട്ടോ. ഇതിൻ്റെ പുറത്ത് കുറേ ചരിത്രമുണ്ട്, അതൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറാക്കുന്നില്ല. പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ ഒരു ബ്ലൂ കളറിലാട്ടോ ഇതൊരു പില്ലേഴ്സും ആ ഒരു ഡോമൊക്കെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ നെയിം ബ്ലൂ മോസ്ക് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ പെൺപിള്ളേരൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അധികം ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടരുത്. പ്ലസ് നമ്മൾ തലയിൽ തട്ടം ഇടണം. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഫ്രണ്ടിലൊരു സെക്യൂരിറ്റി തരും, നമുക്ക് തട്ടം ഇടാം. പ്ലസ് ഷൂസ് ഉള്ളിലിട്ട് പോകരുത്, നമ്മുടെ ഷൂസ് കയ്യിൽ ഉരിപ്പിടിക്കണം. പിന്നെ നോക്കേണ്ടത് ട്രെയിൻ ടൈമിൽ ഇവർ മോസ്ക് അടച്ചിടും. സോ ആ ഒരു ടൈം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതൽ രാവിലെ വരാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് രാവിലെ വന്ന് പെട്ടെന്ന് വേറെ സ്ഥലങ്ങളിൽ പോകാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കിടക്കാൻ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഫീസൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല, ഇത് ഫ്രീ ആയിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഗ്രാൻഡ് ബസാർ തീർത്തിട്ട് ബാക്കി നിങ്ങൾ ബ്ലൂ മോസ്കും ഹാഗിയ സോഫിയ അങ്ങനെ ബാക്കി അടുത്തടുത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ കാണാം. പിന്നെ ഗലാട്ടോ ടവർ ഉണ്ട്, അതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബേർഡനും ഫീൽ ചെയ്യില്ല, അത്ര എക്സ്പെൻസും തോന്നില്ല. പക്ഷേ ഞങ്ങളൊരു 6-7 ഡേയ്സ് ട്രിപ്പായിട്ട് ബുക്ക് ചെയ്തത്. ഞങ്ങൾക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റും കൂടി ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഒരു പയ്യെ കാണാൻ വേണ്ടിയിട്ട് ഒരു 6-7 ഡേയ്സത്തേക്കാട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ നാട്ടിൽ മലപ്പുറത്ത് 15 വർഷം ഉണ്ടായിരുന്നു. അന്ന് ഒരിക്കലും എനിക്ക് മോസ്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആദ്യമായിട്ടാട്ടോ ഞാൻ മോസ്കിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത്. അതൊരു ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കാരണം ഞാൻ വരുന്ന സ്ഥലം മെയിൻലി മുസ്ലിം ഡെൻസ്ഡ് ഏരിയ ആണ്. പക്ഷേ എനിക്ക് ഇങ്ങനെയൊന്നും കാണാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. ബട്ട് ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്കിങ്ങനെ മോസ്കിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകാൻ അവർ അലോ ചെയ്യുന്നത്. പിന്നെ ഇത് ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു, നല്ല ക്ലീനും. പിന്നെ വാളിൻ്റെ കുറേ ഒരു സ്ട്രക്ചേഴ്സും പെയിൻറ്റിങ്സും ഭയങ്കര രസമായിരുന്നു അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ ഈ ടർക്കിയിലോട്ട് വരാൻ തന്നെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ടർക്കി ഇസ്താൻബുളിലാട്ടോ മെയിൻ ഏരിയ. ഇസ്താൻബുളിൽ തന്നെ 2 എയർപോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്കൊരു പണി കിട്ടാൻ നല്ല ചാൻസ് ഉള്ളത്, ചിലവർ ഇസ്താൻബുളിലോട്ട് വന്നിറങ്ങുമ്പോൾ ഇസ്താൻബുളിൽ എയർപോർട്ട് വരും, ചിലർ സാഹിബയിൽ വരും. സാഹിബ ഇസ്താൻബുളിൽ തന്നെയാണ്, പക്ഷേ സാഹിബയിൽ നിന്ന് ഇങ്ങോട്ടേക്കൊക്കെ വരാൻ നല്ല ദൂരമുണ്ട്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ മെയിനായിട്ടും സാഹിബയല്ല ബുക്ക് ചെയ്യേണ്ടത്, ഇസ്താൻബുൾ IST ഇസ്താൻബുൾ എയർപോർട്ട് തന്നെയാട്ടോ ബുക്ക് ചെയ്യേണ്ടത്. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കണേ. പിന്നെ ഞാൻ ഇസ്താൻബുളിലോട്ട് മെയിനായിട്ട് വരാൻ ഉദ്ദേശിച്ചത് തന്നെ ഇവരുടെ ഫുഡ്, എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. സോ ആദ്യം തന്നെ നമ്മൾ സിമിറ്റിലോട്ട് തുടങ്ങുക കേട്ടോ. സിമിറ്റ് എന്ന് വെച്ചാൽ ഒരു ബ്രെഡിൽ ഇങ്ങനെ സെസിമി സീഡ്സ് ഒക്കെ ഫിൽഡാണ്. അതിൽ നമുക്ക് ഓരോ ക്രീം ചീസ്, ന്യൂട്ടെല്ല അങ്ങനെ ഓരോ ഫില്ലിങ്സ് പറയാം. ഞാൻ ന്യൂട്ടെല്ല പറഞ്ഞു, കാരണം ഞാൻ ഭയങ്കര ഒരു മധുരപ്രേമിയാട്ടോ.
ഈ ഒരു സ്പോട്ടിൽ ഇരുന്നാൽ തന്നെ നമുക്ക് ബ്ലൂ മോസ്കിൻ്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഹാഗിയ സോഫിയയും കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഒരു വാക്കബിൾ ഡിസ്റ്റൻസിലാണ്. നമുക്ക് അവിടെ നിന്ന് വീണ്ടും ബസ്സൊന്നും എടുക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ പണ്ടത്തെ പോലെയല്ല കേട്ടോ, ടർക്കി ചീപ്പല്ല. നമ്മൾ വിചാരിക്കും ടർക്കി ഭയങ്കര ചീപ്പാണെന്ന്, പക്ഷേ അത് നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ഈവൻ ഞങ്ങൾക്ക് കനഡിയൻ കറൻസി വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ടർക്കി. ഇതാട്ടോ നെക്സ്റ്റ് ഹഗിയ സോഫിയ. ഇതും അടുത്തൊരു മോസ്കാണ്. ബട്ട് ഇത് പറയപ്പെടുന്നത് ഇതൊരു ചർച്ചായിരുന്നു. പണ്ട് ഓട്ടോമൻ കീഴടക്കുമ്പോൾ ഈ ചർച്ചെല്ലാം മാറ്റിയിട്ട് ഹഗിയ സോഫിയനെ ഒരു മോസ്കാക്കി കൺവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ഫീ പേ ചെയ്യണം. പിന്നെ ക്യൂ ഒഴിവാക്കണമെങ്കിൽ സ്കിപ്പ് ദ ലൈൻ എന്ന് പറഞ്ഞൊരു വേറൊരു അഡീഷണൽ ടിക്കറ്റ് എടുക്കാം. അത് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്യൂ സ്കിപ്പ് ചെയ്തിട്ട് നേരെ ഉള്ളിലോട്ട് പോകാൻ പറ്റും. നെക്സ്റ്റ് ഒരു പാലസ് ആട്ടോ, ടോപ്പ് കാപ്പി പാലസ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണമെങ്കിൽ സെയിം തന്നെ ഫീസ് പേ ചെയ്യണം. സ്കിപ്പ് ദ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ലൈൻ സ്കിപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഇത് മോസ്ക് അല്ല, ഇത് ജസ്റ്റ് ഒരു പാലസ് വൈബാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി നമുക്ക് പാലസിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും, ഇവിടെ എങ്ങനെയാണ് ഭരിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം നടക്കാൻ തുടങ്ങി. ഇത് ശരിക്കും ടർക്കി എന്ന് പറയുമ്പോൾ നമുക്കൊരു മുസ്ലിം കൺട്രി അങ്ങനെയാണ്, ബട്ട് ഒരു യൂറോപ്യൻ കൾച്ചറാട്ടോ ഇവിടെ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു യൂറോപ്യൻ വൈബും നല്ല രസമുണ്ട് ഇവിടെ നടക്കാൻ. ഇങ്ങനെ അടുത്തടുത്ത് എല്ലാം സ്റ്റോഴ്സും കാണുന്നത് ഭയങ്കര രസമാണ്. ഈ ടർക്കിയിൽ മെയിനായിട്ട് യൂറോപ്യൻ സൈഡും ഏഷ്യൻ സൈഡും ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്നതെല്ലാം യൂറോപ്യൻ സൈഡാട്ടോ. ഞാൻ നിങ്ങൾക്ക് ഏഷ്യൻ സൈഡ് പിന്നെ കാണിച്ചു തരാമേ. പിന്നെ ഇവിടെ ടൂറിസ്റ്റ് മെയിനായിട്ട് ഇവർ ചാർജ് ചെയ്യുന്നത് പൗണ്ടിലാട്ടോ. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി എക്സ്പെൻസീവായിട്ട് തോന്നാൻ കാരണം. ഇവിടെ റോഡൊക്കെ ഭയങ്കര ക്ലീൻ ആട്ടോ. പിന്നെ അത്യാവശ്യം ഇതൊരു മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയ ആണെങ്കിലും ഇവിടെ കൾച്ചറൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഭയങ്കര മുസ്ലിം കൺട്രി ആണെങ്കിൽ ഇവിടുത്തെ യങ് വുമനെ കാണുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവരാരും തലയിൽ തട്ടയിടുന്നില്ല, പർദ്ദ ഇടുന്നില്ല. അവരുടെ ഒരു ലൈഫ് ഭയങ്കര എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് നടക്കുവാണ്. അവരുടെ മോഡേൺ ലൈഫ് സ്റ്റൈലാണ് കേട്ടോ അവർ ജീവിക്കുന്നത്. സോ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു വെൽ സർപ്രൈസിങ് ഫാക്ടറായിരുന്നു. പിന്നെ ഇവർ കുറേ ഡോഗിനെയൊക്കെ വളർത്തും, ഇവർ കുടിക്കും. ഇവർക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല. ഇവർ കുറച്ചും കൂടി ലൈക്ക് മോഡേണൈസ്ഡ് മുസ്ലിംസാണ് ഇവിടെ. പിന്നെ മിക്ക ഏരിയയും ഇങ്ങനെ താഴ്ചയും അല്ലെങ്കിൽ ഒന്ന് കയറ്റുമായിരിക്കും. നമ്മളിപ്പോൾ പോകുന്നത് ഗലാട്ട ടവർ കാണാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അത് ഇങ്ങൊരു വൻ കയറ്റമാണ്. ഇങ്ങനെ പയ്യെ കയറിപ്പോണം. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് വിശന്നു. അപ്പം ഞങ്ങൾ ദുരം കഴിക്കാമെന്ന് വിചാരിച്ചു. സിമിലർ ടു ഷവർമ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ മെയിൻ ഒരു ഡ്രിങ്ക് ഐറാണ്, അതായത് ബട്ടർ മിൽക്കാണ് ഇവരുടെ മെയിൻ ഒരു ഡ്രിങ്ക്. ഗലാട്ട ടവറിലോട്ട് ഒരു 25 മിനിറ്റ്സ് ബസ് റൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളൊരു കയറ്റം കയറിയിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ മെയിൻലി ഫോട്ടോഷൂട്ടിനാട്ടോ നമ്മൾ വരണേ. ടവറുടെ മുകളിൽ നിന്ന് കുറേ ഇങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോസ് എടുത്ത് കൊടുക്കും. അതിന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10,000 പേ ചെയ്യണം. അങ്ങനെ നമ്മൾ ഗലാട്ട ടവറിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ഏഷ്യൻ സൈഡിലോട്ട് പോകാനാട്ടോ പോണേ. സോ പറയപ്പെടുന്നത് ഏഷ്യൻ സൈഡ് ഭയങ്കര ചീപ്പും യൂറോപ്യൻ സൈഡ് എക്സ്പെൻസീവും ആട്ടോ. സോ നമുക്കിപ്പോൾ ഏഷ്യൻ സൈഡിലോട്ട് പോകണമെങ്കിൽ ഫെറി എടുക്കണം. ഇവിടുത്തെ ഫെറി അത്യാവശ്യം ചീപ്പാണ്. മിക്ക ഒരു 20 മിനിറ്റ്സിൽ ഫെറി പോയിക്കൊണ്ടിരിക്കും. ഈ ബോട്ടിൻ്റെ പേരാട്ടോ എമിനോനു നമ്മളിൽ നിന്ന് കടക്കോയിലോട്ടാട്ടോ പോണേ. ഏഷ്യൻ സൈഡ് ആയതുകൊണ്ട് അവിടെ മിക്ക സാധനങ്ങളും ഫുഡും എല്ലാം ഭയങ്കര ചീപ്പാട്ടോ. അപ്പം മിക്ക ടൂറിസ്റ്റും ഏഷ്യൻ സൈഡിലോട്ട് പോകാൻ മടിക്കും, പക്ഷേ ഏഷ്യൻ സൈഡിലോട്ട് മസ്റ്റായിട്ടും പോകണം കേട്ടോ. പിന്നെ ഫെറിയിൽ അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ ആട്ടോ. നിങ്ങൾക്ക് ഫെറിയിൽ ടോപ്പായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്യൂവിൽ ആദ്യം തന്നെ നിൽക്കാൻ നോക്കുക. ആദ്യം നിന്നിട്ട് ഫെറി കയറുമ്പോൾ തന്നെ നിങ്ങൾ ഓടിച്ചെന്ന് വെള്ളം വന്നിരുന്നാൽ നമുക്ക് ബെസ്റ്റ് വ്യൂ കിട്ടും. പിന്നെ ഈ വെള്ളമൊക്കെ കാണാൻ ആകാശത്തിൻ്റെ നീല നിറമായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ മാസം ഒക്ടോബർ ആയിരുന്നു. അത്യാവശ്യം ഒരു ഇത്തിരി തണുപ്പും ഇച്ചിരി വെയിലുമായിരുന്നു. വെയിലുള്ളപ്പോൾ അത്യാവശ്യം നല്ല ചൂടും, വെയിൽ പോയാൽ അത്യാവശ്യം നല്ല തണുപ്പും. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ചെറിയൊരു ഹുഡി വേണം കേട്ടോ. ഞങ്ങൾ കാനഡയിലുള്ളത് കൊണ്ടായിരിക്കണം ഞങ്ങൾക്ക് തണുപ്പ് അത്രയും ഫീൽ ചെയ്തില്ല. പക്ഷെ ബാക്കി ഇവിടെ ഒക്കെ നോക്കുവാണെങ്കിൽ എല്ലാവരും ഒരു ജാക്കറ്റൊക്കെ ആട്ടോ ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏഷ്യൻ സൈഡിലോട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പോവാട്ടോ. പക്ഷെ ഞാൻ ആദ്യം തന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ബക്രാവ കുനാഫ കഴിച്ചിട്ടില്ല. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ വന്നത്. ആഹാ, എന്തോ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ മിൽക്ക് ചോക്ലേറ്റ് വിത്ത് ബക്ലാവ ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അത് ഒന്നും പറയാനുണ്ടായിരുന്നില്ല, ഒരു രക്ഷയില്ല. ഇപ്പോഴും ഞാനത് മിസ് ചെയ്യുന്നുണ്ട്. കാനഡയിലില്ല, പക്ഷെ ഞാൻ എന്തെങ്കിലും ടർക്കി പോവുകയാണെങ്കിൽ ഞാൻ 2-3 ബോക്സ് എന്താണെങ്കിലും എടുക്കും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ തന്നെ 2-3 ബോക്സ് എടുത്തോ, കാരണം നിങ്ങളൊന്ന് വീട്ടിലോട്ട് തിരിച്ചു വന്നാൽ ഉറപ്പായിട്ട് അത് മിസ് ചെയ്യും. പിന്നെ ഇയാൾ മനസ്സിലായോ, ഇതാട്ടോ ടർക്കിഷ് ടീ. ഇവിടെ വന്നാൽ നമ്മളൊരു 10 നേരമെങ്കിലും ടർക്കിഷ് ടീ കുടിച്ചുകൊണ്ടിരിക്കും.
എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ടർക്കിഷ് ടീക്ക്. ഞാനൊരു ചായ പേഴ്സണേ അല്ല, പക്ഷേ ഇവിടെ വന്നിട്ട് ഞാനൊരു 10-15 നേരമെങ്കിലും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളായി മാറി. പിന്നെ ഇവിടുത്തെ ഫ്രഷ് ജ്യൂസ് ഒന്നും പറയാനിടായിരുന്നില്ല, അടിപൊളിയായിരുന്നു ഫ്രഷ് ജ്യൂസ്. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ യൂറോപ്യൻ സൈഡിലോട്ടാട്ടോ പോണേ, കാരണം നമ്മുടെ റൂമും എല്ലാം അവിടെ ആയതുകൊണ്ട് ഒന്ന് പോർട്ടിലോട്ട് വന്നിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി പോവാൻ നിൽക്കുക കേട്ടോ. ഫെറി റൈഡ് ഞങ്ങൾക്ക് ഈ പോർട്ടിൽ നിന്ന് വീണ്ടും ഞങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് പോകാനായിട്ട് 40 ലിറയായിരുന്നു കേട്ടോ. ഈ ലിറ എന്ന് പറയുമ്പോൾ ടർക്കിഷ് കറൻസി ആട്ടോ, കാരണം ഞങ്ങൾ ടർക്കിഷ് കറൻസി ആയിരുന്നു ഹോൾഡ് ചെയ്തിരുന്നത്. അത്യാവശ്യം നമുക്ക് ഫെറിയിലിരുന്നാൽ നമുക്ക് സൺസെറ്റിൻ്റെ ടൈമിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സൺസെറ്റും കാണാൻ പറ്റും, എല്ലാ ഭംഗിയുള്ള വ്യൂവും കാണാൻ പറ്റും. അടിപൊളി ടൈമാട്ടോ ഈ സൺസെറ്റ് ടൈമിൽ പോകേണ്ടത്. മെയിൻലി നിങ്ങൾ അപ്പർ ഡെക്കിൽ തന്നെ ഇരിക്കാൻ നോക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എല്ലാ വ്യൂ കിട്ടും. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഈ മോസ്ക് വീണ്ടും നമുക്ക് എല്ലാ മോസ്കും ഇവരുടെ കാണാൻ പറ്റും. ഈ ഈവനിങ് ടൈം ആട്ടോ ബെസ്റ്റ് ടൈം, കാരണം ഈ ഈവനിങ് ആകുമ്പോഴേക്കും മോസ്കിലെ ലൈറ്റ് അങ്ങ് അവർ ഓണാക്കും. എൻ്റെ പൊന്നെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അതൊക്കെ കാണാൻ. നല്ല എന്താ പറയുക, അത്രയ്ക്കും ഭയങ്കര രസമായിരുന്നു ആ ഒരു വ്യൂ കാണാനായിട്ട്. പിന്നെ മെയിൻലി ഇവർക്കൊരു ക്രൂസ് ഉണ്ട്, ബോസ്ഫറസ് ക്രൂസ് എന്ന് പറഞ്ഞിട്ട്. അതെന്ന് വെച്ചാൽ ഈ ടർക്കിഷിലെ എല്ലാ കൾച്ചർ ആക്ടിവിറ്റീസും എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടാവും ആ ഒരു ക്രൂസിൽ. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം, അല്ലെങ്കിൽ ഒരു പബ്ലിക് ബോസ്ഫറസ് ക്രൂസ് ഉണ്ട്, അത് വേണമെങ്കിൽ എടുത്താലും സെയിം വ്യൂ തന്നെ കാണാൻ പറ്റും. പക്ഷേ ഈ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. കണ്ടോ ഇവിടുത്തെ നൈറ്റ് ലൈഫ് കുറച്ചൊരു ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഭയങ്കര ലൈറ്റിങ്സും ആ മോസ്കൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഗോൾഡൻ കളറിലൊക്കെയാണ് മോസ്കൊക്കെ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഇസ്താൻബുൾ ലോഡിംഗ് മെഷീൻ കാർട്ട്. അതായത് നമ്മുടെ ബസ് പാസ് ഇല്ലേ, ആ ബസ് പാസ് ആദ്യം അതിനകത്ത് വെച്ചിട്ട് ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ക്യാഷ് ലോഡ് ചെയ്യാം. നമുക്ക് ക്യാഷോ ക്രെഡിറ്റ് കാർഡോ, ഇവിടെ ടാപ്പ് കണ്ടോ, ടാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം. എത്ര എമൗണ്ട് വേണോ, മാക്സിമം 200 ലിറയായിരുന്നു. അത് നമ്മൾ ടാപ്പ് കൊടുത്താൽ നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്താൽ ആ കാർഡ് ലോഡാവും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ആ കാർഡിലോട്ട് ലോഡ് ആവാൻ വേണ്ടിയിട്ട്. ഇത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഫൈനലി ലോഡാകുമ്പോൾ സക്സസ്ഫുൾ എന്ന് എന്തോ എഴുതി വരും. അന്നേരം മാത്രമാട്ടോ നമ്മൾ കാർഡ് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിങ്ങനെ ബാലൻസും ചെക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഞങ്ങൾ ഒത്തിരി ലോഡ് ചെയ്യേണ്ടി വന്നു, കാരണം ഞങ്ങൾ ഇസ്താൻബുളിൽ മെയിനായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ബസ്സിലും ട്രെയിനിലും യൂസ് ചെയ്യാം. നിങ്ങൾ 2 പേരുണ്ടെങ്കിൽ ഒരു കാർഡ് എടുത്താൽ മതി കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയേ. ഒരാൾ ടാപ്പ് ചെയ്ത് ഉള്ളിലോട്ട് ചെന്നാൽ മറ്റേ ആൾക്ക് ആ കാർഡ് കൊടുക്കുക. സെയിം കാർഡ് തന്നെ അയാളും എടുത്ത് അയാളും ടാപ്പ് ചെയ്ത് അയാൾക്കും ഉള്ളിലോട്ട് വരാം കേട്ടോ. നമ്മൾ 2 കാർഡ് യൂസ് ചെയ്യണ്ടേ. നമ്മൾ വീണ്ടും തിരിച്ച് എമിനോന് പോർട്ടിൽ നിന്ന് ബോസ്ഫറസ് പോർട്ടിലോട്ട് പോകാൻ നോക്കുക കേട്ടോ. ബോസ്ഫറസ് ലൈന് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ പോകുന്നത്. നൈറ്റ് ടൈമിലായിട്ട് മെയിനായിട്ട് പോകേണ്ടത് ഈ ബ്രിഡ്ജിൻ്റെ വ്യൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിന്നർ ക്രൂസ് ബുക്ക് ചെയ്യാം, പക്ഷേ ഞങ്ങൾക്ക് ഡിന്നർ ക്രൂസ് ബുക്ക് ചെയ്യണ്ടായിരുന്നു, കാരണം ഞങ്ങൾക്ക് വേറെ എല്ലാ വെറൈറ്റി ട്രൈ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് ഞങ്ങളെല്ലാം ട്രൈ ചെയ്തു, ഞങ്ങൾ ഫുള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഫെറി യൂസ് ചെയ്തു. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ലൈഫ് എൻജോയ് ചെയ്യുന്നവരാട്ടോ. ഇവിടെ നോക്കുവാണെങ്കിൽ തന്നെ കാണാൻ പറ്റും, അവർ പാട്ട് പാടി ഗ്യാദർ ചെയ്ത് അവർ ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് ആൾക്കാർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കൺട്രി. അങ്ങനെ ഞാൻ ഡേറ്റ് വ്ളോഗായിട്ട് വേഗം വരാട്ടോ. ഇന്നത്തേക്ക് സലാം. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ.